Hello everyone, welcome to our channel. Today our topic is tips for a day before your OIT test. നിങ്ങളുടെ OIT എക്സാമിൻ്റെ തലേ ദിവസം നിങ്ങൾ ചെയ്തിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ് അതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. എസ്പെഷ്യലി OIT ബിഗിനേഴ്സിനും അതുപോലെ തന്നെ എക്സാം റീസിറ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനും ഒക്കെ വെരി യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. അതുകൊണ്ട് വീഡിയോ മിസ് ചെയ്യാതെ അപ് ടു ദ എൻഡ് വാച്ച് ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് എക്സാമിൻ്റെ തലേദിവസം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള പ്രിപ്പറേഷൻസിനെ ഞാൻ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെറ്റ് യുവർ ബാഗ് ആൻഡ് ആക്സസറീസ്. സെക്കൻഡ് വൺ റിവൈസ് യുവർ സെൽഫ് ഫോർ യുവർ ടെസ്റ്റ്. തേർഡ് വൺ യുവർ പേഴ്സണൽ പ്രിപ്പറേഷൻ. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് സെറ്റ് യുവർ ബാഗ് ആൻഡ് ആക്സസറീസ് എന്താണെന്ന് നോക്കാം. ഈ ഒരു ഹെഡിങ്ങിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നിങ്ങൾക്ക് കൊണ്ടുപോകേണ്ട ബാഗ് സെറ്റ് ചെയ്യുക, അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഇനി ആ ബാഗിൽ നമ്മൾ എന്തൊക്കെയാണ് കരുതേണ്ടത്? ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇമെയിൽ ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കൺഫർമേഷൻ ഇമെയിൽ പ്രിൻ്റ് ഔട്ട് എടുത്തിരിക്കണം. ആ പ്രിൻ്റ് ഔട്ട് കോപ്പിയാണ് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബാഗിൽ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ബിക്കോസ് എക്സാമിൻ്റെ ഡേയിൽ നിങ്ങൾക്ക് ഗേറ്റ് എൻട്രിയിൽ തന്നെ നിങ്ങളുടെ ഒരു ഹോൾ ടിക്കറ്റ് ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ അന്നത്തെ എക്സാം കാൻഡിഡേറ്റ് ആണ് എന്ന് ഉറപ്പ് വരുത്തി നിങ്ങളെ ഹോളിലേക്ക് കടത്തിവിടുന്നത്. ഓക്കെ, രജിസ്ട്രേഷന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ഹോൾ ടിക്കറ്റാണ്. ആ ഡേറ്റിൽ എഴുതാനുള്ള ആളാണ് നിങ്ങൾ എന്ന് ഉറപ്പ് വരുത്തുന്ന ഹോൾ ടിക്കറ്റാണ്. അതുകൊണ്ട് നിങ്ങളുടെ കൺഫർമേഷൻ ഇമെയിൽ നിങ്ങളുടെ ഇമെയിലിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. അത് നിങ്ങൾ വായിച്ച് നോക്കി എല്ലാം ഉറപ്പാക്കിയതിന് ശേഷം അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കോപ്പി എടുക്കുക. അതാണ് നിങ്ങളുടെ ബാഗിൽ ആദ്യം വെക്കേണ്ടത്. സെക്കൻഡ് ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ വാലിഡ് ID ഫോർ യുവർ എക്സാം ആണ്. നമ്മുടെ വാലിഡ് ID എന്ന് പറയുന്നത് നമ്മുടെ പാസ്പോർട്ടാണ്. സോ പാസ്പോർട്ട് മറന്നു പോകരുത്. ഒറിജിനൽ പാസ്പോർട്ട് ഇല്ലാതെ ഒരാളെയും എക്സാം എഴുതിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പാസ്പോർട്ട് മറന്നു പോകരുത്. തലേദിവസം തന്നെ ഈ പ്രിൻ്റ് ഔട്ടും പാസ്പോർട്ടും എടുത്ത് ബാഗിൽ വയ്ക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് നമ്മുടെ എക്സാമിനുള്ള എസെൻഷ്യൽ ആക്സസറീസ് ആണ്. ഓക്കെ, ഇതിൽ വരുന്നതാണ് നിങ്ങൾക്ക് പെൻ, പെൻസിൽ, എറൈസർ, ഷാർപ്പ്. ഓക്കെ, അതിൽ പെൻ എടുക്കേണ്ടത് നിങ്ങൾ ജെൽ പെൻ അല്ലാതെ ഏതെങ്കിലും ഒരു പെൻ എടുക്കുക. ഇൻ കേസ് നമുക്കൊരു സൈനിങ്ങിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് എഴുതാനോ ഒക്കെ ഒന്ന് ആവശ്യം വന്നാൽ നിങ്ങൾ ഒരു പെൻ കയ്യിൽ കരുതുക. അതിനുശേഷം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ പെൻസിൽസ് ആണ്. നിങ്ങളുടെ പെൻസിൽസ് എടുക്കുമ്പോഴത്തേനും 2B പെൻസിൽസ് ആണ് OIT റെക്കമെൻഡ് ചെയ്യുന്നത്. 2B പെൻസിൽ കുറച്ചുകൂടെ നമ്മൾ വിസിബിലിറ്റിയും ക്ലാരിറ്റിയും ഒക്കെ തരുന്ന പെൻസിലാണ്. സോ അതുകൊണ്ടാണ് 2B പെൻസിൽസ് വാങ്ങുക. 2B പെൻസിൽസ് വാങ്ങിയിട്ട് നിങ്ങൾ ഓർക്കുക, എല്ലാ പെൻസിൽസും ഒരു 2 to 4 പീസ് പെൻസിൽ എടുക്കണം എന്നാണ് ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത്. സോ 2 to 4 പീസ് പെൻസിൽസ് ഉണ്ടായിരിക്കണം നിങ്ങളുടെ കയ്യിൽ. അതിൽ 2 എണ്ണമെങ്കിലും പുതിയത് മതി. ബാക്കി 2 എണ്ണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരുന്ന സമയത്ത് നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആ പെൻസിൽ തന്നെ എടുക്കുക. കാരണം നിങ്ങൾക്ക് അത് തന്നെയായിരിക്കും എഴുതുമ്പോൾ ഒന്നുകൂടെ കംഫർട്ടും സ്പീഡിൽ എഴുതാനും നിങ്ങൾക്ക് ഒരു മെൻ്റലി തന്നെ കംഫർട്ട് കിട്ടുന്നത് ആ ഒരു പെൻസിൽ കൊണ്ട് തന്നെ എഴുതുമ്പോഴായിരിക്കും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. സോ അതുകൊണ്ട് നിങ്ങൾ പുതിയ പെൻസിൽസും ഒരു 2 എണ്ണം എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്തിരുന്ന പെൻസിൽസ് 2 എണ്ണം എടുക്കുക. അങ്ങനെ ഒരു 2 to 4 പീസ് പെൻസിൽസ് കരുതുക. ഇതൊക്കെ നിങ്ങളുടെ കോൺഫിഡൻസിനെയും ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ നമ്പർ പോലും പറയുന്നത്. ഓക്കെ, സോ ഈ പെൻസിലെല്ലാം നിങ്ങൾ ഷാർപ്പ് ചെയ്തിരിക്കണം. ഇനി ഷാർപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വളരെ നീഡിൽ പോയിന്റ് പോലെ ഷാർപ്പ് ചെയ്ത് പോകരുത്. അത് നമുക്ക് ഒരിക്കലും എഴുതാൻ കംഫർട്ടല്ല. അത് ലൈറ്റായിട്ടായിരിക്കും. ക്ലാരിറ്റിയും വിസിബിലിറ്റിയും ഒക്കെ കുറവേ കാണുള്ളൂ അതിന്. അതുകൊണ്ട് നിങ്ങൾ പെൻസിൽ ഷാർപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ആ നീഡിൽ പോയിന്റ് പോലെയുള്ള ആ ഒരു പോയിന്റ് നിങ്ങളുടെ കൈകൊണ്ട് തന്നെ ഒന്ന് പ്രിക്ക് ചെയ്ത് ഒന്ന് ഒടിച്ച് കളയുക. ഓക്കെ, ഒടിച്ച് കളഞ്ഞതിന് ശേഷമുള്ള ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അത് വെച്ച് എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് മോർ ഒരു ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് വിസിബിളായിട്ട് കിട്ടും. ഓക്കെ, സോ അതുകൊണ്ട് പെൻസിലെല്ലാം നിങ്ങൾ ഷാർപ്പ് ചെയ്തിരിക്കണം. അത് ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കരുതേണ്ടത് നിങ്ങളുടെ എറൈസറാണ്. എറൈസർ ഞാൻ പറയുന്നത് നിങ്ങൾ എക്സാമിന് പോവുകയാണ് അല്ലേ, നമ്മൾ വളരെ ക്യൂരിയസ് ആണ്, ടെൻസ്ഡ് ആണ്. സോ നിങ്ങൾ പുതിയത് കരുതിയിട്ടുണ്ടാവും. പുതിയതിനോടൊപ്പം തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തപ്പോൾ യൂസ് ചെയ്തിരുന്ന ആ ഒരു എറൈസറോടെ കരുതുക. ഓക്കെ, സോ അങ്ങനെ എറൈസർ. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടത് പെൻസിൽ കട്ടർ അല്ലെങ്കിൽ ഷാർപ്നറാണ്. അതും നിങ്ങളുടെ കയ്യിൽ കരുതുക. ഇനി ഇതെല്ലാം നമ്മൾ ഇടേണ്ടത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പൗച്ചിലാണ്. ട്രാൻസ്പെറൻറ്റ് പൗച്ച് മാത്രമേ അവിടെ അലൗഡ് ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വേറെ കളർഫുള്ളോ കാർട്ടൂണിലുള്ളതോ അങ്ങനെ ഒന്നുമുള്ള പൗച്ചല്ല. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പൗച്ചോ എടുത്തിട്ട് അതിനുള്ളിൽ നിങ്ങളുടെ ഈ എസെൻഷ്യൽ ആക്സസറീസ് സെറ്റ് ചെയ്യുക.
ഓക്കെ. ഇനി നിങ്ങൾക്ക് ഞാൻ പിന്നെ ഒരു എക്സ്ട്രാ സജഷനാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും കൊഫിങ്ങോ സ്നീസിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ഹെൽത്ത് ഇഷ്യൂയോ എന്തെങ്കിലും ഒരു അലർജിക്കോ എന്തെങ്കിലും നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ, ചിലർ ഞാൻ പറയാൻ കാര്യം നമ്മുടെ എക്സാം ഹാളിൽ AC ആയിരിക്കും, പ്രത്യേകിച്ച് ചില ബിൽഡിങ്ങിലൊക്കെ സെൻട്രലൈസ്ഡ് AC ആയിരിക്കും. അപ്പം നമുക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് അത് കുറയ്ക്കാനൊന്നും പറ്റില്ല. നമ്മൾ ആ AC-യിലായിട്ട് ഇരിക്കുന്നത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന രീതിയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എക്സാം ഹാളിലെ ഇൻവിജിലേറ്ററോട് ചെന്ന് ഹാളിൽ ഇരുന്നതിന് ശേഷം നിങ്ങൾക്കൊന്ന് ചോദിക്കാം കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് കരുതണമെന്നോ, അങ്ങനെ AC ഒക്കെ അലർജിക്ക് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മാസ്കോ പിന്നെ നിങ്ങൾക്കൊരു ടിഷ്യൂ ഒക്കെ കരുതുമ്പോൾ നിങ്ങളത് എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ ഇൻവിജിലേറ്ററിനോട് ചോദിച്ച് പെർമിഷൻ വാങ്ങിയതിന് ശേഷം മാത്രം കയ്യിൽ കരുതുക കേട്ടോ. ഇതൊരു എക്സ്ട്രാ സജഷനാണേ. സോ ഇത്രയും സാധനങ്ങൾ നിങ്ങൾ കരുതുക. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ എക്സാം ഹാളിൽ നമുക്ക് കയറ്റാനായിട്ടും പെർമിഷനുള്ളത്. ഓക്കെ. സോ ഇത്രയും സാധനങ്ങൾ സെറ്റ് ചെയ്ത് നിങ്ങളുടെ ബാഗിൽ സെറ്റ് ചെയ്യുക. അതിന് ശേഷം വേണ്ട കുറച്ച് സാധനങ്ങളെന്ന് പറഞ്ഞാൽ, നമ്മൾ ഹോൾ ടിക്കറ്റ് തന്നെ പറയുന്നുണ്ട് എക്സാം ഹാളിൽ AC ഉണ്ടായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ AC ഒക്കെ പ്രോബ്ലം ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളൊരു സ്വെറ്ററോ അല്ലെങ്കിൽ നമ്മുടെ നെക്ക് പോർഷൻ കവർ ചെയ്യുന്ന രീതിയിൽ നല്ലൊരു ഷോളോ കയ്യിൽ കരുതിയിരിക്കണം കേട്ടോ. ഇതൊക്കെ നമ്മൾ എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ടൈം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതൊന്നും അന്നേരം എടുത്തിട്ടൊന്നും ചെയ്യാനോ പുറത്തിറങ്ങി പോകാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ബാഗിൽ ഒരു സ്വെറ്ററും ഒരു ഷോളും കരുതിയിരിക്കണം. ഓക്കെ. ഇതിന് ശേഷം വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ബോട്ടിൽ വാട്ടർ എടുക്കുക. വെള്ളം എന്തിനാന്ന് ചോദിച്ചാൽ പല എക്സാം ഹാളിലും വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിലും എപ്പോഴും നമ്മുടെ കയ്യിലിരിക്കുന്ന നമുക്കൊരു ധൈര്യമല്ലേ. സോ അതുകൊണ്ട് നിങ്ങളൊരു ഒരു ബോട്ടിൽ, ഇവൻ ഒരു 600 ml ഒരു ചെറിയ ബോട്ടിൽ വാട്ടർ കയ്യിൽ കരുതുക. അതിൻ്റെ സ്റ്റിക്കർ, അതിൻ്റെ പേരെഴുതിയിട്ടുള്ള ആ ഒരു സ്റ്റിക്കർ നിങ്ങളങ്ങ് റിമൂവ് ചെയ്തിരിക്കണം കേട്ടോ. ആ സ്റ്റിക്കർ നമ്മുടെ എക്സാം ഹാളിൽ അലൗഡ് അല്ല. അപ്പോൾ ആ സ്റ്റിക്കർ റിമൂവ് ചെയ്തിട്ടുള്ള ഒരു പ്ലെയിൻ ബോട്ടിൽ എന്ന് തോന്നുന്ന രീതിയിൽ നിങ്ങൾ ബാഗിൽ വെച്ചിരിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയുന്നത് ഒരു ബിസ്ക്കറ്റോ എന്തെങ്കിലും ഒരു ബൺ സ്നാക്സോ എന്തെങ്കിലും ഒരു ചെറിയ പാക്കറ്റ് സ്നാക്ക് നിങ്ങൾ കയ്യിൽ കരുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സാം ടെസ്റ്റ് ഡേയിൽ പല രീതിയിൽ നമുക്ക് ടൈം ഷെഡ്യൂളുകൾ മാറാം. നമ്മുടെ 3 സബ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം സ്പീക്കിംഗ് ആണ് വരുന്നത് ലാസ്റ്റ്. അപ്പോൾ അതിനിടയിൽ ടൈം ഷെഡ്യൂളൊക്കെ മാറുമ്പോൾ നിങ്ങൾക്ക് പോയൊരു വൈഡ് ലഞ്ചൊക്കെ കഴിച്ച് റിലാക്സ് ആവാൻ ചിലപ്പോൾ സമയമില്ല. ബട്ട് നമ്മൾ കുറേ ട്രാവൽ ചെയ്ത് വന്നവരായിരിക്കും, കുറേ നേരം AC-യിൽ ഇരുന്നവരാണ്, നമുക്ക് ഒരു ചെറിയ ഡിസ്കംഫർട്ടൊക്കെ ഉണ്ടാവാം അല്ലേ. അപ്പോൾ ആ ബ്രേക്കിൻ്റെ ടൈമിൽ നമ്മളെ ഒന്ന് എനർജറ്റൈസ് അല്ലെ റിഫ്രഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ വെള്ളവും സ്നാക്സും ഒക്കെ യൂസ് ചെയ്യാം, നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ബാഗിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഇനി ഞാൻ പറഞ്ഞല്ലോ ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ ബാഗിൽ സെറ്റ് ചെയ്യേണ്ടത്. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് ടൈറ്റിൽ, സെറ്റ് യുവർ ബാഗ് ആൻഡ് ആക്സസറീസ്. ഇപ്പോൾ എക്സാമിന് വേണ്ട അത്യാവശ്യ കാര്യങ്ങളൊക്കെ ആയി അല്ലേ. സോ ഇനി നെക്സ്റ്റ് നമ്മുടെ കാറ്റഗറി എന്ന് പറയുന്നത് റിവൈസ് യുവർ സെൽഫ് ഫോർ യുവർ ടെസ്റ്റ് ആണ്. ഇനി റിവൈസ് യുവർ സെൽഫ് ഫോർ യുവർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നാളെ ഞാൻ എങ്ങനെ എക്സാം ഹാളിലെ ഓരോ സബ് ടെസ്റ്റും അറ്റൻഡ് ചെയ്യും എന്നതിനെ പറ്റി നിങ്ങൾ തന്നെ സ്വയമായി ഒന്ന് റിവൈസ് ചെയ്യുക. ഇനി ആ റിവൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് നാളത്തെ എക്സാമിൻ്റെ ഓർഡർ എങ്ങനെയായിരിക്കും എന്നാണ്. അപ്പോൾ എക്സാമിൽ ടൈം ടേബിൾ തന്നെ നിങ്ങൾക്ക് ഓർഡർ തന്നിട്ടുണ്ട്. എക്സാം സാധാരണ നമ്മൾ OET എക്സാമിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്, സീക്വൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് 9 to 10 എന്ന് പറയുന്നത് ലിസണിങ് ആണ്, ദെൻ 10 to 11 എന്ന് പറയുന്നത് റീഡിംഗ് ആണ്, ദെൻ 11 to 12 റൈറ്റിംഗ് സെഷനാണ്. അതിനുശേഷം നിങ്ങൾക്കൊരു ഷോർട്ട് ബ്രേക്ക് ഉണ്ടാവും. ദെൻ അക്കോർഡിംഗ് ടു ദ ഹോൾ ടിക്കറ്റിൽ നമുക്ക് തന്നിരിക്കുന്ന ടൈം ഷെഡ്യൂൾ അനുസരിച്ച് സ്പീക്കിംഗ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഓർഡർ വരുന്നത്. അത് നിങ്ങളൊന്ന് കളക്ട് ചെയ്യുക. ഓക്കെ, റിഫ്രഷ് ചെയ്യുക. റിവൈസ് യുവർ സെൽഫ് ഫോർ ദ ടെസ്റ്റ്. അതിൽ വരുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ആദ്യം തന്നെ നാളെ എങ്ങനെയാണ്, ഏത് ഓർഡറിലാണ് ഞാൻ എക്സാം എഴുതാൻ പോകുന്നത് എന്നൊന്ന് റിവൈസ് ചെയ്യുക. ഇനി അതിനുശേഷം വേണ്ടത് 4 സബ് ടെസ്റ്റ് എഴുതുന്ന ആൾക്കാരാണ് അല്ലേ. 4 സബ് ടെസ്റ്റ് നിങ്ങൾ എഴുതുന്നുണ്ട് എങ്കിൽ നിങ്ങളവർക്ക് ആദ്യം ലിസണിങ് ആണ്, പിന്നെ റീഡിംഗ് ആണ്, ഞാൻ പറഞ്ഞു ഓൾറെഡി. സോ അതിനെ പറ്റിയിട്ടുള്ള ഒരു ടൈമിനെയും അല്ലെങ്കിൽ അതർ ഇൻസ്ട്രക്ഷൻസും നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. അതായത് ഓരോന്നിനും എത്രയാണ് ടൈം ഫ്രെയിം എന്ന് അസസ് ചെയ്യുക. അതിനുശേഷം ഓരോന്നിനെയും പറ്റിയുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ലേ. നിങ്ങൾ ലിസണിങ് തന്നതിന് ശേഷം ആ ലിസണിങ്ങിൻ്റെ ആ പേപ്പർ പ്രിൻറ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങും. അതിനുശേഷം നിങ്ങൾക്ക് റീഡിങ്ങിൻ്റെ തരും. റീഡിങ്ങിന് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആൻസർ ഷീറ്റ് ഉണ്ടാവും അല്ലേ. ഫസ്റ്റ് 15 മിനിറ്റ്സ് നിങ്ങളുടെ റീഡിംഗ് പാർട്ട് A ആണ്. അതിനുശേഷം ആ ആൻസർ ഷീറ്റ് നിങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ പാർട്ട് Bയും പാർട്ട് Cയും അറ്റൻഡ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ ടെസ്റ്റിനും എത്ര ടൈമുണ്ട്, അതിന് ടൈം ഫ്രെയിം എത്രയാണ്, അതുപോലെ തന്നെ അതിൽ വരുന്ന സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക.
ഫോർ എക്സാമ്പിൾ റൈറ്റിംഗ് സെഷനിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് 5 minutes എന്ന് പറയുന്നത് നമ്മുടെ റീഡിംഗ് ആണ്. നമുക്ക് തന്നിരിക്കുന്ന ആ ലെറ്ററിന് തന്നിരിക്കുന്ന നോട്ട്സ് റീഡ് ചെയ്യാനുള്ള ടൈമാണ്. ആ സമയത്ത് നമുക്ക് എഴുതാൻ പാടില്ല. ഓക്കെ, സോ അങ്ങനെയുള്ള നാളെ ഞാൻ എങ്ങനെയായിരിക്കും ആ ടെസ്റ്റിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എന്ന് നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ ഓരോന്നിൻ്റെയും നിങ്ങൾ ചെക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാത്തിൻ്റെയും ടൈം ഫ്രെയിം ചെക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ഓക്കെ ഇതിന് ഓരോ ടെസ്റ്റിനും ഇത്ര മിനിറ്റാണ്, അതുകൊണ്ട് ലാസ്റ്റ് 2 minutes അല്ല 3 minutes എനിക്ക് എല്ലാ ടെസ്റ്റിനും പ്രൂഫ് ചെക്കിങ് ആവശ്യമാണ് അല്ലേ, എക്സ്ക്ലൂഡിങ് യുവർ സ്പീക്കിങ്ങിന് നിങ്ങൾക്ക് പ്രൂഫ് ചെക്കിങ്ങിന് ടൈം ആവശ്യമില്ല. നിങ്ങളുടെ ടൈം അപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്പീക്കിംഗ് സെഷൻ കഴിഞ്ഞു. ഓക്കെ, ബട്ട് അതർ 3 സബ് ടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രൂഫ് ചെക്കിങ്ങിന് ടൈമുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മെൻ്റലി സെറ്റ് ചെയ്തിരിക്കണം. ഇനി അടുത്ത് ഞാൻ പറയുന്നത് നിങ്ങൾ തലേദിവസം ചെയ്യേണ്ട അടുത്തൊരു റിവൈസ് യുവർ സെൽഫ് എന്നുള്ളതിൽ ചെയ്യേണ്ടത് നിങ്ങളുടെ വെക്കാബുലറി എല്ലാം ഒന്ന് റീഡ് ചെയ്യുക. കാരണം ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിരുന്നു, പല ടെസ്റ്റിനെ പറ്റി പറയുമ്പോഴും പറഞ്ഞിരുന്നു, ലിസണിങ്ങിന് നമുക്കൊരു വെക്കാബുലറി സെറ്റ് ചെയ്യാം, അതുപോലെ റീഡിങ്ങിന്, റൈറ്റിങ്ങിന്, സ്പീക്കിങ്ങിന് കുറച്ച് ഫ്രേസസ് സെറ്റ് ചെയ്യാം, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഇപ്പം ബിഗിനേഴ്സ് ആണെങ്കിലും ഞാൻ പറയുന്ന ഒരു സ്പെഷ്യൽ ഇൻസ്ട്രക്ഷനാണ്. നിങ്ങൾ നിങ്ങൾ OET പ്രിപ്പറേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വലിയ ബുക്ക് എടുത്തിട്ട് അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത്, പേജുകൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് എന്ന് എഴുതിയിട്ട് ലിസണിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന മെറ്റീരിയൽസിൽ നിന്നെല്ലാം തന്നെ നിങ്ങൾ വെക്കാബുലറി കളക്ട് ചെയ്യുക. കോമൺ ഫ്രേസസ് ഉണ്ട്, മെഡിസിൻസ് ലിസ്റ്റ് ഉണ്ട്, അതുപോലെ പല കാര്യങ്ങളല്ലേ ലിസണിങ്ങിൽ ചെയ്യുമ്പോൾ നമുക്കറിയാം അങ്ങനെയുള്ളത്. അതുപോലെ റീഡിങ്ങിൽ വരുമ്പോഴും സിനോണിംസ് ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. അതുപോലെ റൈറ്റിങ്ങിന് വരുമ്പോഴും കണക്റ്റേഴ്സ് എങ്ങനെയാണ്, പഞ്ച്വേഷൻസ് ഏതൊക്കെയാണ്, അതുപോലെ ഹൈഫനേറ്റഡ് വേർഡ്സ് ഏതൊക്കെയാണ്, മെഡിസിൻസ് എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള മെഡിസിൻസിൻ്റെ ലിസ്റ്റോ ഇങ്ങനെ കാര്യങ്ങളോ, അതുപോലെ അബ്രിവേഷൻസ് വരുമ്പോൾ അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് എന്നൊക്കെയുള്ള ഒരു നിങ്ങളുടെ വെക്കാബുലറി നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ എക്സാമിൻ്റെ തലേദിവസം, നമ്മുടെ തലേദിവസത്തെ കാര്യമാണ് ഞാൻ പറയണത് അല്ലേ, അപ്പോൾ തലേദിവസം നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് എടുത്തിട്ട് ഈ 4 മോഡ്യൂളിൻ്റെയും വെക്കാബുലറി എല്ലാം ഒന്ന് വായിച്ച് നോക്കി റിഫ്രഷ് ചെയ്യുന്നത് നിങ്ങൾക്ക് എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് വെരി യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് ഈ 4 മോഡ്യൂളിൻ്റെയും വെക്കാബുലറി നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ സെറ്റ് ചെയ്തിരിക്കണം. എന്നിട്ട് തലേദിവസം നമുക്ക് ഈ 4 വൊക്കാബുലറിയും വായിച്ചു നോക്കാൻ പറ്റും. അപ്പോൾ അതാണ് തലേദിവസം ചെയ്യേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്. അതുപോലെ നെക്സ്റ്റ് ഞാൻ പറയുന്നത്, നിങ്ങൾ ലിസണിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേന് ലിസണിങ്ങിനെ പറ്റി ആലോചിക്കുമ്പോൾ നിങ്ങൾ റിവൈസ് ചെയ്യേണ്ടത്, ലിസണിങ്ങിൽ മെയിനായിട്ട് നമ്മൾ ബ്രിട്ടീഷ് ആക്സെൻറ്റ് വരുന്ന, ഓസ്ട്രേലിയൻ വരുന്ന, കനേഡിയൻ, UK കുറേ ആക്സെൻറ്റ്സ് വരുന്നുണ്ട് അല്ലേ ലിസണിങ്ങിൽ, ഓഡിയോയിൽ. സോ അത് നിങ്ങൾക്ക് തലേ ദിവസം ഒരു 5 minute വെച്ചിട്ട് ഈ ഓരോ ആക്സെൻറ്റും ഒന്ന് കേൾക്കുവാണെങ്കിൽ, ഏതെങ്കിലും ഒരു ഹെൽത്ത് റിലേറ്റഡ് പോഡ്കാസ്റ്റ് എടുത്തിട്ട് നിങ്ങളൊന്ന് നിങ്ങളുടെ ഫുൾ ഓഫ് കോൺസെൻട്രേഷനിൽ അതൊന്ന് കേൾക്കുവാണെങ്കിൽ നാളെ ഇതിൽ ഏത് ആക്സെൻറ്റ് വന്നാലും പെട്ടെന്ന് നിങ്ങൾക്ക് അതിലേക്ക് കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ കൊടുത്ത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് തലേദിവസം ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ചെയ്യുക കേട്ടോ. തലേദിവസം എന്ന് പറയുന്നത് എക്സാമിന് മുമ്പുള്ള 24 hours ആക്ടിവിറ്റീസാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് നിങ്ങൾ ലാസ്റ്റ് ചെയ്യേണ്ടത് ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരുന്ന, നിങ്ങൾ തലേദിവസം ഒരു പുതിയ മെറ്റീരിയൽസ് പോലും പ്രാക്ടീസ് ചെയ്യാൻ നോക്കരുത് കേട്ടോ. അത് നിങ്ങളുടെ കോൺഫിഡൻസിനെ തന്നെ ഡിസ്ട്രോയ് ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇത്രയും ദിവസം, അല്ലെ ഞാൻ പറഞ്ഞല്ലോ ഒരു 1.5 month എങ്കിലും നിങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടിയിട്ടാണ് നിങ്ങളുടെ എക്സാം ഡേറ്റ് വരുന്നത് അല്ലേ. അതിന് മുമ്പ് നമുക്ക് ഡേറ്റ് കിട്ടാറുണ്ടോ എനിക്കറിയില്ല. സോ ആ ഒരു ഗ്യാപ്പിൽ നിങ്ങൾ നല്ലതായിട്ട് നിങ്ങളുടെ കഴിവ് വെച്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തലേ ദിവസം ഈ 24 hours പ്രിപ്പയർ ചെയ്തിട്ടാണോ നമ്മൾ എക്സാം എഴുതേണ്ടതല്ല. അതുകൊണ്ട് അന്ന് നിങ്ങൾ ഒരു പുതിയ മെറ്റീരിയൽസ് പോലും ഒരു മോഡ്യൂളിനും പ്രാക്ടീസ് ചെയ്യരുത്. നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത്, ലിസണിങ് ആയിക്കോട്ടെ, റീഡിങ് ആയിക്കോട്ടെ, റൈറ്റിംഗ് ആയിക്കോട്ടെ, സ്പീക്കിംഗ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് നന്നായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തു എന്ന് തോന്നുന്ന ഈ 4 മോഡ്യൂളിൻ്റെ ഓരോ മെറ്റീരിയൽസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക കേട്ടോ. നിങ്ങളുടെ ആ വെക്കാബുലറിയിലാണ്, നിങ്ങൾക്ക് വെക്കാബുലറി നന്നായിട്ട് വായിക്കുകയാണെങ്കിൽ തന്നെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, ഞാനത് പ്രാക്ടീസ് ചെയ്തിരുന്ന ആളാണ്, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് നിങ്ങളോട് പറയുന്നത്. സോ നിങ്ങൾ ന്യൂ മെറ്റീരിയൽസ് ചെയ്യാതെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്ന, നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയിരുന്ന 4 സബ് ടെസ്റ്റിനെയും ഓരോ മെറ്റീരിയൽസിലൂടെ നിങ്ങളൊന്ന് കടന്നു പോവുക കേട്ടോ. അത് നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാനും നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ നിങ്ങളുടെ എക്സാമിന് വേണ്ടി നിങ്ങളൊന്ന് റിവൈസ് ചെയ്യേണ്ടത്, നിങ്ങളെ തന്നെ ഒന്ന് റിവൈസ് ചെയ്യേണ്ടത്. ഈ ഒരു ഇൻഫർമേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്താൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു പോസിറ്റിവിറ്റി വന്നിട്ടുണ്ടല്ലേ, നിങ്ങൾക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്തത് നമ്മൾ
പേഴ്സണൽ പ്രിപ്പറേഷൻ എന്ന ടൈറ്റിലാണ്. ഓക്കെ, നമ്മളിപ്പോൾ 2 പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് പേഴ്സണൽ പ്രിപ്പറേഷനാണ്. ഇനി പേഴ്സണൽ പ്രിപ്പറേഷനിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? വെരി സിമ്പിളാണ്. എക്സാമിൻ്റെ തലേദിവസം ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട. പിന്നെ പുതിയ മെറ്റീരിയൽസ് ഒന്നും എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അതിലൊരു പാസ് സ്കോർ കിട്ടിയില്ലെങ്കിൽ അയ്യോ എനിക്കൊന്നും അറിയത്തില്ലേ, ഞാൻ എങ്ങനെ നാളെ എഴുതും എന്നുള്ളൊരു ചിന്ത വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പുതിയതൊന്നും ചെയ്യേണ്ട എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ഈ 2 ടൈറ്റിലും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്നുള്ളത്, നിങ്ങൾ നേരത്തെ തന്നെ തലേ ദിവസം ഒരു 7:30 അല്ലെങ്കിൽ ഒരു 8 to 9:30 എങ്കിലും നിങ്ങൾ വൈകിട്ടത്തെ ഫുഡ് കഴിക്കുക. അത് വളരെ ഹെവി ആൻഡ് വളരെ സ്പൈസി ഒന്നും ആയിട്ടുള്ള ഫുഡ് കഴിക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ലൈറ്റ് മീൽ കഴിക്കുക. നിങ്ങൾക്ക് വേണ്ടത്ര കഴിക്കാം കേട്ടോ, ലൈറ്റ് മീൽ കഴിക്കാം. അത് നിങ്ങളൊരു 7:30 അല്ലെങ്കിൽ ഒരു 8 to 9:30 തന്നെ കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 10:30 നിങ്ങൾ ഉറങ്ങാൻ കിടക്കുക. നന്നായിട്ട് ഒരു സൗണ്ട് സ്ലീപ്പ് കിട്ടട്ടെ നിങ്ങൾക്ക്. നന്നായിട്ട് ഉറങ്ങുക. ബിക്കോസ് നമുക്കറിയാം പിറ്റേ ദിവസം നമ്മൾ വൈകുന്നേരം വരെ അല്ലേ, ചിലവർക്കൊക്കെ 6:30 6 o'clock പോലും സ്പീക്കിംഗ് വരാറുണ്ട് അല്ലേ, ടൈം ഷെഡ്യൂൾ വരാറുണ്ട്. സോ നമ്മൾ പിറ്റേ ദിവസം ആ 24 hours എക്സാം ഡേ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കല്ലേ. നമ്മൾ ടെൻഷനിലാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ദിവസത്തെ ഫുള്ള് നമ്മുടെ ബ്രെയിനെ കോൺസെൻട്രേഷനും എനർജറ്റൈസും ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ തലേദിവസം നന്നായിട്ട് ഉറങ്ങിയിരിക്കണം കേട്ടോ. സോ തലേദിവസം ഞാൻ ഈ പറഞ്ഞ ഒരു ടൈമിലെങ്കിലും നിങ്ങൾ ഉറങ്ങാൻ കിടക്കുക. നന്നായിട്ട് നല്ല സൗണ്ട് സ്ലീപ്പിൽ നന്നായിട്ട് ഉറങ്ങിയിട്ട് നമ്മൾ എക്സാം ഡേയിൽ വളരെ ഏർലി അറ്റ്ലീസ്റ്റ് ഒരു 4:30 to 5 AM നിങ്ങൾ ഉണർന്ന് നിങ്ങളൊരു പ്രേയൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഡീപ്പ് ബ്രീത്ത് അല്ലെങ്കിൽ കൗണ്ടിങ് എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ കോൺഫിഡൻസും നിങ്ങളുടെ കോൺസെൻട്രേഷനും നിങ്ങളുടെ ബ്രെയിൻ വർക്കും ഒക്കെ ബൂസ്റ്റപ്പ് ചെയ്യും കേട്ടോ. സോ അങ്ങനെ നമ്മൾ തലേദിവസം നേരത്തെ ഫുഡ് കഴിച്ച് റിലാക്സ് ആയി നമ്മൾ കിടന്നുറങ്ങുക. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ബാഗൊക്കെ സെറ്റാണ് അല്ലേ, ബാഗ് സെറ്റാണ്. നമ്മൾ എക്സാമിനെല്ലാം റിവൈസ് ചെയ്തു. ലാസ്റ്റ് മൊമെൻറ്റിലാണ് നമ്മുടെ തലേദിവസം അല്ലേ. തലേദിവസം നമ്മൾ നന്നായിട്ട് ഉറങ്ങി നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് നമ്മൾ ഹൈ ബൂസ്റ്റപ്പ് ആയിട്ടാണ് എഴുന്നേറ്റിട്ടുള്ളത്. അതുപോലെ നിങ്ങളുടെ മൈൻഡിൽ ഒരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. അതായത് നിങ്ങൾ ഉണരുമ്പം തന്നെ ഐ ക്യാൻ ആൻഡ് ഐ വിൽ എന്ന രീതിയിൽ ഞാൻ ഇന്ന് നന്നായിട്ട് പെർഫോം ചെയ്യും. ഞാൻ ഇന്നലെയൊക്കെ ഇരുന്നെല്ലാം റിവൈസ് ചെയ്തു. ഞാൻ വെൽ പാക്ഡ് ആണ്. എനിക്ക് എല്ലാത്തിനെയും കുറിച്ച് ഞാൻ റിവൈസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എത്ര മാക്സിമം പെർഫോം ചെയ്യാൻ പറ്റുമോ അത്രയും ഞാൻ മാക്സിമം ചെയ്തിരിക്കും. ഞാനിത് ക്രാക്ക് ചെയ്തിരിക്കും എന്നൊരു പോസിറ്റിവിറ്റിയോട് കൂടി വേണം നിങ്ങൾ ഉണരാനും എക്സാമിന് പോകാനും കേട്ടോ. ഇനി ഒരു ടെസ്റ്റ് ഡേയിലുള്ള ടിപ്സ് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. സോ ഇത് ടെസ്റ്റ് ഡേയുടെ തലേ ദിവസം നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വേറൊരു സബ്ജക്റ്റുമായിട്ട് കാണാം കേട്ടോ. താങ്ക് യു.